ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഈ ലോകത്ത് ഉപഭോക്താക്കളല്ലാത്തവരായിട്ട് ആരുമില്ല. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരെ കച്ചവടക്കാരുടെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. 1986 പ്രഥമ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് കച്ചവട സംസ്കാരത്തിന്റെയും ഇ കൊമേഴ്സിന്റെയും കാലഘട്ടമായതോടുകൂടി 86 നിയമം അപ്രാപ്യമാണെന്ന് തോന്നുകയും ഒരുപാട് ഭേദഗതികൾ വരുത്തി 2019 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നു. ആരാണ് ഉപഭോക്താവ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്താണ്? ആ അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടാൽ എന്താണ് പ്രതിവിധി? 2019 കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ആരാണ് ഉപഭോക്താവ്? ഒരു സേവനം അല്ലെങ്കിൽ ഒരു സാധനം പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം. ഇപ്പൊ ഓൺലൈൻ വഴി നമ്മൾ ഒരു സാധനം ബുക്ക് ചെയ്തു, പണം കൊടുക്കുന്നു, ആ സാധനം കരസ്ഥമാക്കുന്നു, ആ വ്യക്തിയും ഉപഭോക്താവാണ്. അതുപോലെ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു, പേ ചെയ്യുന്നു, ആ വ്യക്തിയും ഉപഭോക്താവാണ്. അപ്പം അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം. ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം കരസ്ഥമാക്കുമ്പോൾ അവിടെ ഒരു കൺസിഡറേഷൻ നടന്നാൽ ആ വ്യക്തി ഉപഭോക്താവായി. ഇനി ഈ നിയമത്തിൽ 6 അവകാശങ്ങൾ ഉപഭോക്താക്കൾക്ക് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അവകാശം, ജീവനോ സ്വത്തിനോ ഹാനികരമാകുന്ന വസ്തുക്കളിൽ നിന്നോ സേവനങ്ങളിൽ നിന്നോ സംരക്ഷണം ലഭിക്കുവാനുള്ള അവകാശം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹാനികരമാകുന്ന ഒരു വസ്തു, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുക്കർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, അത് ഉപയോഗിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിക്കുന്നു, അതിൽ നിന്നും നമുക്ക് ഒരു ഹാം ഉണ്ടാകുന്നു. അപ്പൊ അതിൽ നിന്ന് അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സംരക്ഷണം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും പറ്റും. രണ്ടാമത്തെ അവകാശം, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ തൂക്കം, നിലവാരം, ശുദ്ധി, വില ഇവ അറിയുവാനുള്ള അവകാശം. ഒരു കടയിൽ പോയി ഒരു സാധനം എടുക്കുമ്പോൾ അതിന്റെ ശുദ്ധി അല്ലെങ്കിൽ അതിന്റെ നിലവാരം, അല്ലെങ്കിൽ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ ഇതിന്റെ MRP റേറ്റ് ഇത് കൂടുതലാണോ ഇട്ടേക്കുന്നത്, അപ്പം ഇതൊക്കെ ചോദിച്ച് അറിയുവാനുള്ള ഒരു അവകാശം ഉപഭോക്താക്കൾക്കുണ്ട്. മൂന്നാമത്തത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള കച്ചവടക്കാര് അടിച്ചേൽപ്പിക്കുന്നത് തിരഞ്ഞെടുക്കാതെ ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം ആണ് മൂന്നാമത്തെ അവകാശം. നാലാമത്തെ അവകാശം, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റിനെതിരെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ്. കാരണം അഡ്വർടൈസ്മെന്റ് കണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ അഡ്വർടൈസ്മെന്റ് പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്യൂരിറ്റി ഒരു സാനിറ്റിറ്റി ആ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഇതിലിപ്പോ ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു പരസ്യം കാണുവാണ്, ഈ ഹെയർ ഓയിൽ വാങ്ങിച്ചു തേച്ചാൽ മുടി വളരും, പക്ഷെ നമ്മൾ അത് വാങ്ങിച്ചു തേക്കുന്നു, മുടി വളരുന്നില്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് മുടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുക. കാരണം ഒരു മിസ്ലീഡ് ചെയ്തേക്കുകയാണ് അഡ്വർടൈസ്മെന്റ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കോടതികളെ സമീപിക്കാം. അഞ്ചാമത്തെ അവകാശം, നീതിയുക്തമല്ലാത്ത കച്ചവടങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും രക്ഷ നേടാനും അവയ്ക്ക് വിധേയമായാൽ അതിൽ നിന്നും മോചനം ലഭിക്കുവാനുമുള്ള ഒരു അവകാശമുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്കതിന് ഹാനികരമാകുന്ന വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കുകയോ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു സംരക്ഷണം കിട്ടാനുള്ളൊരു അവകാശമുണ്ട്. അതുപോലെ തന്നെ അതിൽ ആ ഒരു ഹാമിന് വിധേയമായാൽ പ്രതിവിധി എന്താണോ റെമഡി അത് അപ്രോച്ച് ചെയ്യാനുള്ളൊരു അവകാശം നമുക്ക് ഉണ്ട്. ആറാമത്തെ അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ആരാണ് ഉപഭോക്താവ്, എന്താണ് നമ്മളുടെ 6 അവകാശങ്ങൾ, ഇവയെല്ലാം അറിയുവാനുള്ള ഒരു അവകാശം, വിദ്യാഭ്യാസം, അത് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അവകാശമാണ്. ഇനി നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരു ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ന്യൂനതകൾ ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ പരാതിപ്പെടേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കോടതികളെ 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എല്ലാ ജില്ലകളിലും ഉണ്ട്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തിരുവനന്തപുരമാണ് ആസ്ഥാനം. ഒന്നാമത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇനി 3 കോടതികളെ നമുക്ക് പെക്യുനറി ജൂറിസ്ഡിക്ഷൻ, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എല്ലാ ജില്ലകളിലും ഉണ്ട്. പ്രസിഡന്റും 2 മെമ്പേഴ്സുമാണ്. അവിടെ 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ആണ് കൈകാര്യം ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾക്ക് കോടതി ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഓർഡറിൽ നമുക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായാൽ റിവ്യൂ ചെയ്യാനുള്ള പവർ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലുണ്ട്. ഇനി അപ്പീൽ പോകണമെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൽ കമ്മീഷനിൽ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലേക്കാണ് നമ്മൾ അപ്പീൽ പോകേണ്ടത്.
ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിക്കാരുടെ നിർവചനത്തിൽ ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ആദ്യമായി ഉപഭോക്താവ്. എല്ലാ ഉപഭോക്താക്കൾക്കും പരാതി നൽകാവുന്നതാണ്. ഉപഭോക്താവായിരിക്കണം എന്ന് മാത്രം. കാശ് കൊടുത്ത ഒരു സേവനം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കരസ്ഥമാക്കിയിരിക്കണം. രണ്ടാമത്, ഏതെങ്കിലും ഒരു വോളണ്ടറി കൺസ്യൂമർ രജിസ്റ്റേർഡ് അസോസിയേഷന് പരാതി നൽകാം അവരുടെ മെമ്പേഴ്സിന് വേണ്ടി. മൂന്നാമത്, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനും പരാതി നൽകാം. നാലാമത്, സെൻട്രൽ അതോറിറ്റിക്കും പരാതി നൽകാം. അഞ്ചാമത്, ഒന്നിൽ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ പരാതി നൽകാവുന്നതാണ്. ഉപഭോക്താവ് മൈനർ ആണെങ്കിൽ ലീഗൽ ഗാർഡിയന് പരാതി നൽകാവുന്നതാണ്. ഇൻ കേസ് ഇനി ഉപഭോക്താവ് മരിച്ചു പോയാൽ ലീഗൽ ഹെയർസിനും പരാതി നൽകാവുന്നതാണ്. ഇവരൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാർ. നമുക്കിനി ഏതൊക്കെ മേഖലകളിലാണ് പരാതി നൽകേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിന് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ പരാതി കൊടുക്കാം. രണ്ടാമത്, ഡെഫിഷ്യൻസി ഇൻ സർവീസ്. എല്ലാ മേഖലകളിലും സർവീസ് ന്യൂനതകൾ ഉണ്ടായാൽ, ഈവൻ ഗവൺമെന്റ് പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും ഒരു സർവീസ് ന്യൂനത അവിടെ ഉണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. നീതിയുക്തമല്ലാത്ത കച്ചവട കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിലും അവയ്ക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ്. ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്രാക്ടീസ് ആണെങ്കിൽ അവയ്ക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. മെഡിക്കൽ നെഗ്ലിജൻസ്. മെഡിക്കൽ മേഖലകളിൽ ഉണ്ടാകുന്ന നെഗ്ലിജൻസ്, അതിനെതിരെ നമുക്ക് പരാതി നൽകാവുന്നതാണ്.